ഇന്ന് ഞങ്ങൾ കടൽ കാണാൻ വേണ്ടി പോവാണ് രാവിലെ തന്നെ. ഇന്ന് എന്റെ കൂടെ ഒരാളും കൂടി ഉണ്ട്. എന്റെ സിസ്റ്റർ മോളാണ് ട്ടാ. അപ്പൊ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് രാവിലെ തന്നെ കടൽ കാണാൻ ഇറങ്ങാണെന്ന്. അവൾക്ക് ഇപ്പൊ ലീവ് ആയതുകൊണ്ട് സമയം പോണില്ല വെച്ചിട്ട് മിക്കവാറും ദിവസം ഇപ്പൊ ഞാനും അവളും കൂടിയാണ് കമ്പനി. ഞാൻ എന്തായാലും എല്ലാ ദിവസവും വരുന്ന കാരണം ഞങ്ങൾ എവിടെയെങ്കിലും ഒക്കെ ഇങ്ങനെ പോകും സമയം കളയാൻ വേണ്ടിയിട്ട്. അപ്പോ ഇന്ന് ഞങ്ങൾ രാവിലെ ഇവിടെ എത്തിയപ്പോ ഒരു 7:30 സമയമായിട്ടുള്ളൂ. കടകളൊന്നും തുറന്നിട്ടൊന്നുമില്ല. പക്ഷെ പാർക്കിംഗ് ഒക്കെ നല്ല വിശാലായിട്ടുണ്ട്. മുന്നൊക്കെ ഇവിടെ വരുമ്പോ പാർക്ക് ചെയ്യാൻ തന്നെ സ്ഥലം ഉണ്ടാവില്ല. പക്ഷെ ഇവിടൊക്കെ ഫുള്ളായിട്ട് തുറന്ന് കിടക്കാണ്. ആരും ഒന്നുമില്ല. പിന്നെ ക്ലീനിങ്ങിനായിട്ട് കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. കുറേ ഫാമിലീസ് ഉണ്ട് ട്ടോ. അവര് ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് നേരെ വന്നേക്കാണ്. മിക്ക ആൾക്കാരും തമിഴ്നാട്ടിൽ നിന്നും കോയമ്പത്തൂരിൽ നിന്നൊക്കെ ഉള്ള ആൾക്കാരാണ്. ഇത് ബ്ലാങ്ങാട് ബീച്ചാണ്. ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ചാണ്. അപ്പോൾ ഒരു ചേട്ടൻ പറഞ്ഞു അവരെ ഫാമിലി ഫോട്ടോ എടുത്ത് കൊടുക്കുമെന്ന് വെച്ചിട്ട് അവരെൻ്റെ കയ്യിൽ ഫോൺ തന്നു. അങ്ങനെ ഞാൻ അവർ രണ്ടാളെയും കൂടിയിട്ട് ഫോട്ടോ എടുത്ത് കൊടുത്ത്. നമുക്ക് അതൊക്കെ അല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ രാവിലത്തെ കടൽക്കാറ്റൊക്കെ കൊണ്ട് ഞങ്ങൾ അവരായിട്ട് കുറേ നേരം സംസാരിച്ച് നല്ലൊരു വൈബായിരുന്നു. നല്ലൊരു അന്തരീക്ഷമാണ് കേട്ടാ. ഇവിടെ വന്നിരിക്കുമ്പോ തന്നെ നമ്മൾക്ക് വല്ലാത്തൊരു സുഖമാണ് മനസ്സിനൊക്കെ. നല്ല തണുത്ത കാറ്റും നല്ല തിരയടിച്ചിട്ട് കുറേ ആൾക്കാർ അവിടെ ഉണ്ട്. കടൽ കാണാൻ വന്നിട്ടുണ്ട്. കുട്ടികളും ഫാമിലിയും. അങ്ങനെ ഇത് കുറച്ച് തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാർ. അവര് വണ്ടിയിൽ ഫുഡൊക്കെ ഫുഡൊക്കെ കൊണ്ടുവന്നിട്ട് അവരവിടെ ഇരുന്നിട്ട് തന്നെ കഴിക്കുകയാണ്. അപ്പൊ അവരെന്നോട് ചോദിച്ചു, ഞാനിങ്ങനെ വീഡിയോ എടുക്കണ കണ്ടപ്പോൾ എൻ്റെ ഡീറ്റെയിൽ ഒക്കെ ചോദിച്ചു. പിന്നെ ഇവിടെ ഇനി കാണാൻ പറ്റിയ ടൂറിസ്റ്റ് പ്ലേസ് ഏതാണ്. അപ്പൊ ഞാൻ കുറേ നേരം അവരായിട്ട് സംസാരിച്ച് അങ്ങനെ അവിടെ ഇരുന്നു. പിന്നെ കുട്ടികൾക്ക് കുറേ റൈഡുകൾ, ഒന്നിനും ആളില്ല, ഒന്നും വർക്ക് ചെയ്യൽ തുടങ്ങിയില്ല. ഒരു ഏതാണ്ട് 3 മണി മുതലാണ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ പിന്നെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. അപ്പൊ കുറേ കുട്ടിപ്പട്ടാളത്തിനെ കണ്ട് ഞാന്. അപ്പൊ ആ കുട്ടീനെ കുറേ സംസാരിച്ച്. അപ്പൊ കോഴിക്കോട് വീട് പിന്നെന്താ ഇതൊക്കെ ഇവിടെ വന്ന് തുടങ്ങിയിരിക്കണത്? അവന്റെ മാമന്റെ വീട് വെക്കേഷന് വന്ന. അല്ല ഇതെങ്ങനെ ചെയ്യാ ഈ സാധനം? പിന്നെ കുറേ നേരം ഞങ്ങളവിടെ നിന്നപ്പോൾ ഞങ്ങൾക്ക് വിശപ്പ് തോന്നിയപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ പോയി. അപ്പോൾ ഒരു 9 മണിയൊക്കെ ആയി ഉണ്ടാവും. അപ്പോൾ അവിടെ ഉള്ളത് പൊറാട്ടയും ഗ്രീൻ പീസും ആണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പൊറാട്ടയും ഗ്രീൻ പീസും ഒരു ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്ന്. ഞാൻ ചായ കുടിക്കുമ്പോണ്ട് ആ തൊട്ടപ്പുറത്തുള്ള ടേബിളില് എൻ്റെ വീഡിയോ ഇങ്ങനെ ഒരാളിരുന്ന് കാണുന്നുട്ടാ. അപ്പോൾ മോള് അത് ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്ത്. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നല്ല പുട്ടും ഒക്കെ ഉണ്ട്. പുട്ട് ഞാൻ അപ്പം കണ്ടില്ല. എനിക്ക് പുട്ട് ചായയും മാത്രമേ കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പത്തിനും പൊറോട്ടയാണ് ഞാൻ ആദ്യം ഓർഡർ ചെയ്ത്. അവിടെ പൊറോട്ട ഉണ്ടാക്കുന്നുണ്ട് ഒരാള്. അപ്പോൾ മോൾ അതൊക്കെ ഒന്ന് സെറ്റ് ആക്കി എങ്ങനെയെന്നൊക്കെ നോക്കി ഫോട്ടോ ഒക്കെ അവൾ എടുക്കുന്നുണ്ട്. നല്ല കുറുകിയ ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ. അത് നമ്മൾ കയറി ചെല്ലുന്നിടത്ത് തന്നെ അവർ ഫുഡ് ഉണ്ടാക്കണതൊക്കെ. അപ്പം അതുകൊണ്ട് സെപ്പറേറ്റ് കിച്ചണൊന്നുമില്ല. ഒക്കെ ഓപ്പൺ ആയിട്ട് തന്നെയാണ് കിച്ചൺ. പിന്നെ ഞങ്ങൾ അവിടുന്ന് വന്നിട്ട് കുറച്ച് മീൻ വാങ്ങിക്കാം. നല്ല ഫ്രഷ് മീനായിരുന്നു. അപ്പം ഞാൻ കുറച്ച് കൂന്തൾ വാങ്ങി. നല്ല ചാളയും നെയ്മീനും എല്ലാ മീനുകളും ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഒരു 9:30 ആയപ്പോൾ വേഗം തിരിച്ച് എൻ്റെ വണ്ടി കേടായ കാരണം അത് ഒന്ന് കമ്പനിയിൽ കാണിക്കാനുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ അവിടുന്ന് പോയി. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു കൊടുത്ത് വണ്ടി കൊണ്ടുവരണം എന്നൊക്കെ അവര് പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങനെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്ത് ഫോൺ നമ്പറൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങുകയാണ്. അപ്പോഴേക്കും സ്കൂളിലെത്തിയപ്പോൾ മോള് സ്കൂൾ കഴിഞ്ഞ് മോള് വരുന്നുണ്ടായിരുന്നു. കുറച്ചു നേരം ഞങ്ങൾ അവിടെ അങ്ങനെ തണലിരുന്നു കേട്ടാ.